வாழ்க வையகம் வாழ்க வையகம் வாழ்க വളമുടൻ. ഗുരു വാഴ്ക ഗുരുവേ തുണ. നാഡീശുദ്ധി പ്രാണായാമം. സുഷുമ്ന നാഡീശുദ്ധി പ്രാണായാമം. നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു. നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു. നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു. ദൈവീക മഹാശക്തി ശരീരത്തിലും ജീവനിലും അലയലയായി വന്നു നിറയുന്നത് നാം അറിയുന്നു. ദൈവീക മഹാശക്തി ശരീരത്തിലും ജീവനിലും അലയലയായി വന്നു നിറയുന്നത് നാം അറിയുന്നു. ദൈവീക മഹാശക്തി ശരീരത്തിലും ജീവനിലും അലയലയായി വന്നു നിറയുന്നത് നാം അറിയുന്നു. ദൈവീക മഹാശക്തി നമ്മെ രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലായിടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും ഉറ്റ തുണയേകിയും പൂർണ്ണ സംരക്ഷണമേകിയും സന്മാർഗദർശിയായും ഭവിക്കട്ടെ. അമ്മയ്ക്ക് പ്രണാമം, അച്ഛന് പ്രണാമം, ഗുരുനാഥൻ വേദാദ്രി മഹർഷി അവർകൾക്ക് പ്രണാമം. ധ്യാനം പഞ്ചഭൂത നവഗ്രഹം. പഞ്ചഭൂതങ്ങൾ പൃഥ്വി, അപ്പ്, തേയു, വായു, ആകാശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ്. ഇവയിൽ അഞ്ചാമത്തെ തത്വമായ മണ്ണ്. മണ്ണിനാധാരമായി ഭൂമിയെ മനസ്സിൽ ഉൾക്കൊണ്ട് ധ്യാനം തുടങ്ങാം. വളരെ വലിയ ഈ ഭൂഗോളം 25,000 നാഴിക ചുറ്റളവുള്ളതും മണ്ണ്, ലോഹങ്ങൾ, രാസപദാർത്ഥങ്ങൾ ഇവയെല്ലാം അടങ്ങിയതുമാണ്. തന്നെത്താനെ മണിക്കൂറിൽ 1000 നാഴിക വേഗത്തിൽ ചുറ്റിക്കൊണ്ട് സൂര്യനെ ഒരു ദിവസത്തിൽ 16 ലക്ഷം നാഴിക പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ബൃഹത്തായതാണ് ഈ ഭൂഗോളം. ഭൂഗോളത്തിൻ്റെ മഹത്വത്തെയും മഹിമയെയും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. അതിനോട് ഒന്നായി ചേർന്നു നിന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ ഭൂമിയുടെ ഉത്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. ഭൂഗോളത്തിൽ നിറഞ്ഞിരിക്കുന്ന മണ്ണിനാലും മണ്ണിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലായിടങ്ങളിലും
എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. മണ്ണ് നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. മണ്ണ് എന്ന തത്വത്തിന്മേൽ മനസ്സിരുത്തി ധ്യാനം. പ്രപഞ്ച പരിണാമത്തിലെ നാലാമത്തെ തത്വമായ ജലത്തിൽ ധ്യാനം തുടങ്ങാം. ഈ ഭൂഗോളത്തിൽ ഏകദേശം 72% ജലം നിറഞ്ഞിരിക്കുന്നു. ജലാംശം, മേഘങ്ങൾ, ജീവജാലങ്ങൾ, സസ്യലതാദികൾ ഇവയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലത്തിൻ്റെ ആവശ്യകത എത്രത്തോളമെന്ന് അനുമാനിക്കാം. ജലത്തിൻ്റെ മഹത്വവും മഹിമയും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. ജലത്തോട് ഒന്നായി ചേർന്ന് നിന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ ജലത്തിൻ്റെ ഉൽപ്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. ജലത്തിനാലും ജലത്തിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലായിടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. ജലം നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. ജലത്തിൽ മനസ്സിരുത്തി ധ്യാനം. പ്രപഞ്ച പരിണാമത്തിലെ മൂന്നാമത്തെ തത്വമായ അഗ്നിയിൽ ധ്യാനം തുടങ്ങാം. ഭൂമി തന്നെത്താനെ വളരെ വേഗതയിൽ സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഘനമുള്ള വസ്തുക്കളെല്ലാം തന്നെ മധ്യഭാഗത്ത് കേന്ദ്രീകൃതമാകുന്നു. അതിനാൽ ഏർപ്പെടുന്ന ഘർഷണത്താൽ അണുസ്ഫോടനമുണ്ടായി ഭൂമിയുടെ മധ്യഭാഗത്ത് എല്ലായ്പ്പോഴും അഗ്നികുണ്ഡം നിലനിന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഊഷ്മാവ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വ്യാപിച്ച് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ ശക്തിയും ഊർജവും നൽകിക്കൊണ്ടിരിക്കുന്നു. അഗ്നിയുടെ മഹത്വവും മഹിമയും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. അഗ്നിയോട് ഒന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ അഗ്നിയുടെ ഉത്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. അഗ്നിയാലും അഗ്നിയിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലായിടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. അഗ്നി നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനുതകുന്ന ശാസ്ത്രത്തെ വളർത്താം. അഗ്നിയിൽ മനസ്സിരുത്തി ധ്യാനം.
പ്രപഞ്ച പരിണാമത്തിലെ രണ്ടാമത്തെ തത്വമായ വായുവിൽ ധ്യാനം തുടങ്ങാം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 10 നാഴിക ദൂരത്തിൽ വളരെ ഗാഢമായും അതിനു മുകളിൽ ഗാഢത കുറഞ്ഞും വായു അഥവാ കാറ്റ് കവചാകൃതിയിൽ ആവരണം ചെയ്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വായു എത്രത്തോളം ആവശ്യമെന്ന് നാം മനസ്സിലാക്കുന്നു. വായുവിൻ്റെ മഹിമയും മഹത്വവും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. വായുവിനോട് ഒന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ വായു അഥവാ കാറ്റിൻ്റെ ഉത്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. കാറ്റിനാലും കാറ്റിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലായിടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. കാറ്റിനെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. കാറ്റിന്മേൽ മനസ്സിരുത്തി ധ്യാനം ചെയ്യാം. പ്രപഞ്ച പരിണാമത്തിലെ ഒന്നാമത്തെ തത്വമായ ആകാശം അഥവാ ഊർജകണങ്ങൾ, അതിന്മേൽ ധ്യാനം തുടങ്ങാം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും മൂലകാരണമാണ് ആകാശം അഥവാ വിണ്ണ്. പ്രപഞ്ചം മുഴുവനും ഊർജകണങ്ങൾ അനുസ്യൂതം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുതന്നെ നമ്മുടെ ശരീരത്തിൽ ജീവനായി നിലകൊള്ളുന്നു. ഊർജകണങ്ങൾ ചേർന്നുണ്ടായതാണ് മറ്റ് 4 ഭൂതങ്ങളായ വായു, അഗ്നി, ജലം, ഭൂമി. വിണ്ണിന്റെ മഹിമയും മഹത്വവും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. വിണ്ണിനോടൊന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ വിണ്ണിന്റെ ഉത്പത്തി രഹസ്യം മനസ്സിൽ ഉൾക്കൊള്ളാം. വിണ്ണിനാലും വിണ്ണിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലായിടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. വിണ്ണിനെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. വിണ്ണിൽ മനസ്സ് വെച്ച് ധ്യാനം. വിണ്ണ് അഥവാ പരമാണുക്കൾ നിറഞ്ഞു നിൽക്കുന്ന പ്രാപഞ്ചിക മണ്ഡലത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളെ കാണാം. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. അവയിലൊരു നക്ഷത്രമാണ് ഭൂമി പ്രദക്ഷിണം ചെയ്യുന്ന സൂര്യൻ. സൂര്യനെയും അതിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങളെയും സൂര്യകുടുംബം എന്നു പറയപ്പെടുന്നു. സൂര്യകുടുംബത്തിൽ ചേർന്ന ഗ്രഹങ്ങളിൽ നിന്നെല്ലാം പ്രസരിക്കുന്ന കാന്തിക തരംഗങ്ങൾ മനുഷ്യന്റെ ശരീരത്തോടും ജീവനോടും നേരിട്ട് ബന്ധപ്പെടുന്നവയാണ്. ഇപ്പോൾ ഈ 9 ഗ്രഹങ്ങളിന്മേൽ ധ്യാനം തുടങ്ങാം. ആദ്യമായി സൂര്യനിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനം തുടങ്ങാം.
സൂര്യൻ ഒരു വലിയ അഗ്നിഗോളം. ഭൂമിയെക്കാളും 19 ലക്ഷം മടങ്ങ് ആകൃതിയിൽ വലിപ്പമുള്ളത്. 25 ദിവസത്തിൽ ഒരു പ്രാവശ്യം സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യനിൽ നിന്ന് വികിരണം ചെയ്യപ്പെടുന്ന ഓറഞ്ച് നിറത്തിലുള്ള കാന്തിക കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളോട് നേരിട്ട് ബന്ധപ്പെടുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് ബുദ്ധികൂർമ്മത, വിജയം, പഠനവൈഭവം, സൗഭാഗ്യം ഇവ പ്രദാനം ചെയ്യുന്നു. സൂര്യനിൽ നിന്നുള്ള കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. സൂര്യന്റെ കാന്തിക കിരണങ്ങൾ നമുക്കെപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. സൂര്യനിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനം. ബുധൻ എന്ന ഗ്രഹത്തിന്മേൽ ധ്യാനം തുടങ്ങാം. സൂര്യന്റെ ഒന്നാമത്തെ ഭ്രമണപഥത്തിൽ 3 കോടി നാഴിക ദൂരത്തിൽ 88 ദിവസത്തിൽ ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുധൻ. ബുധനിൽ നിന്ന് വരുന്ന പച്ച നിറത്തിലുള്ള കാന്തിക കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലെ തോലിനോട് നേരിട്ട് ബന്ധമുള്ളതാണ്. ബുധനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് ബുദ്ധിവൈഭവം, പഠനവൈഭവം, ജീവിത സൗഭാഗ്യം ഇവയെല്ലാം നൽകുന്നു. ബുധനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് അതിനോട് താതാത്മ്യം പ്രാപിക്കാം. ബുധനിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്കെല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ബുധൻ എന്ന ഗ്രഹത്തിന്മേൽ മനസ്സിരുത്തി ധ്യാനം. ശുക്രൻ എന്ന ഗ്രഹത്തിന്മേൽ ധ്യാനം തുടങ്ങാം. സൂര്യന്റെ രണ്ടാമത്തെ ഭ്രമണപഥത്തിൽ 6 കോടി നാഴിക ദൂരത്തിൽ 225 ദിവസത്തിൽ ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുക്രൻ. ശുക്രനിൽ നിന്ന് വരുന്ന വെള്ള നിറത്തിലുള്ള കാന്തിക രശ്മികൾ നമ്മുടെ ശരീരത്തിലുള്ള രേതസ്സുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. ഇവ നമുക്ക് മാനസികോല്ലാസം, സൗഹൃദം, സന്തോഷം, സൗഭാഗ്യം ഇവയെല്ലാം നൽകുന്നു. ശുക്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. എപ്പോഴും ശുക്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ശുക്രൻ എന്ന ഗ്രഹത്തിന്മേൽ മനസ്സിരുത്തി ധ്യാനം.
ചന്ദ്രൻ എന്ന ഗ്രഹത്തിന്മേൽ ധ്യാനം തുടങ്ങാം. സൂര്യന്റെ മൂന്നാമത്തെ ഭ്രമണപഥത്തിൽ 9 കോടി നാഴിക ദൂരത്തിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമി. ഭൂമിയിൽ നിന്ന് ഏകദേശം 2,30,000 നാഴിക ദൂരത്തിൽ 29 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്ന് വരുന്ന വെള്ള നിറത്തിലുള്ള കാന്തിക രശ്മികൾ ശരീരത്തിലെ രക്തത്തോട് നേരിട്ട് ബന്ധമുള്ളതാണ്. ചന്ദ്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ രക്തചംക്രമണത്തെ ക്രമീകരിക്കുന്നതോടൊപ്പം ബുദ്ധിശക്തി, ജീവിത സൗഭാഗ്യം ഇവ പ്രദാനം ചെയ്യുന്നു. ചന്ദ്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് അതുമായി താതാത്മ്യം പ്രാപിക്കാം. ചന്ദ്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ചന്ദ്രൻ എന്ന ഗ്രഹത്തിന്മേൽ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനം. ചൊവ്വ എന്ന ഗ്രഹത്തിന്മേൽ ധ്യാനം തുടങ്ങാം. സൂര്യനിൽ നിന്ന് 4-മത്തെ ഭ്രമണപഥത്തിൽ 14 കോടി നാഴിക ദൂരത്തിൽ 18 മാസത്തിൽ ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൊവ്വ. ചൊവ്വയിൽ നിന്ന് വരുന്ന ചുവപ്പ് നിറത്തിലുള്ള കാന്തിക രശ്മികൾ ശരീരത്തിലെ മജ്ജയോട് നേരിട്ട് ബന്ധപ്പെടുന്നു. ചൊവ്വയിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് ആത്മീയ ജ്ഞാനം, ധൈര്യം, വിജ്ഞാന വൈഭവം, സമ്പദ് സമൃദ്ധി എന്നിവ നൽകുന്നു. ചൊവ്വയിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. എല്ലായ്പ്പോഴും ചൊവ്വയിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ചൊവ്വ എന്ന ഗ്രഹത്തിന്മേൽ മനസ്സ് വെച്ച് ധ്യാനം. ഗുരു അഥവാ വ്യാഴം എന്ന ശക്തിയേറിയ ഗ്രഹത്തിന്മേൽ ധ്യാനം തുടങ്ങാം. സൂര്യനിൽ നിന്ന് 5-മത്തെ ഭ്രമണപഥത്തിൽ 48 കോടി നാഴിക ദൂരത്തിൽ 12 വർഷത്തിലൊരിക്കൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരു. ഗുരുവിൽ നിന്നും വരുന്ന പൊന്നിൻ നിറമുള്ള കാന്തിക രശ്മികൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളോട് നേരിട്ട് ബന്ധമുള്ളവയാണ്. അവ നമുക്ക് ആത്മീയ പുരോഗതി, ബുദ്ധികൂർമ്മത, ജീവിത സൗഭാഗ്യം ഇവ പ്രദാനം ചെയ്യുന്നു. ഗുരുവിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. ഗുരുവിൽ നിന്നും വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ഗുരു എന്ന ഗ്രഹത്തിന്മേൽ മനസ്സ് വെച്ച് ധ്യാനം.
ശനി എന്ന ശക്തിയേറിയ ഗ്രഹത്തിന്മേൽ ധ്യാനം തുടങ്ങാം. സൂര്യനിൽ നിന്ന് 6ാമത്തെ ഭ്രമണപഥത്തിൽ 88 കോടി നാഴിക ദൂരത്തിൽ 30 വർഷത്തിലൊരിക്കൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനി. ശനിയിൽ നിന്ന് വരുന്ന ചാരനിറത്തിലുള്ള കാന്തിക രശ്മികൾ ശരീരത്തിലെ ഞരമ്പുകളോട് നേരിട്ട് ബന്ധമുള്ളതാണ്. ശനിയിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്ക് നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സംതൃപ്തി ഇവ പ്രദാനം ചെയ്യുന്നു. ശനിയിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. ശനിയിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ശനി എന്ന ഗ്രഹത്തിന്മേൽ മനസ്സുവെച്ച് ധ്യാനം. രാഹു, കേതു എന്നീ ഛായാഗ്രഹങ്ങളിന്മേൽ ധ്യാനം തുടങ്ങാം. സൂര്യന്റെ കേന്ദ്രഭാഗത്ത് സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമാണുക്കളുടെ ഭ്രമണശേഷി നഷ്ടപ്പെട്ട് ശുദ്ധശൂന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ബ്ലാക്ക് ഹോൾ അഥവാ തമോഗർത്തം എന്ന് പറയപ്പെടുന്നു. ഇവയുടെ വ്യാപ്തി കൂടുന്നതിനനുസരിച്ച് അവിടെ നിലനിൽക്കാനാവാത്ത അവസ്ഥയിൽ സൂര്യന്റെ ഇരുവശങ്ങളിലുമായി പുറത്തേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കറുത്ത നിറമുള്ള കാന്തിക രേഖകളെ ഒരു വശം രാഹു എന്നും മറുവശം കേതു എന്നും പറയപ്പെടുന്നു. രാഹു, കേതു എന്നീ കാന്തിക രേഖകളിൽ നിന്നും പുറപ്പെടുന്ന കാന്തിക രശ്മികൾ നമ്മുടെ ഓജസ്സുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. ഈ കാന്തിക രശ്മികൾ ആത്മീയ പുരോഗതി, ആരോഗ്യം, ജീവിത സൗഭാഗ്യം ഇവ പ്രദാനം ചെയ്യുന്നു. രാഹു, കേതു കാന്തിക കിരണങ്ങളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. എല്ലായ്പ്പോഴും രാഹു, കേതു കാന്തിക രശ്മികൾ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. രാഹു, കേതു എന്നീ കാന്തിക രേഖകളിന്മേൽ മനസ്സുവെച്ച് ധ്യാനം. പ്രാപഞ്ചിക മണ്ഡലത്തിൽ നമ്മുടെ സൂര്യകുടുംബത്തെ പോലെ കോടാനുകോടി സൂര്യകുടുംബങ്ങളെ കാണപ്പെടുന്നു. അവയെല്ലാം നക്ഷത്രങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള എല്ലാ നക്ഷത്രക്കൂട്ടങ്ങളെയും 12 രാശികളാക്കി തിരിച്ച് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ പേരുകളിൽ 12 മാസങ്ങളായി അറിയപ്പെടുന്നു. എല്ലാ നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. മനസ്സ് വികാസമടഞ്ഞ് പ്രാപഞ്ചിക മണ്ഡലത്തെയും കടന്ന് ശുദ്ധശൂന്യമെന്ന
ദൈവീക ചൈതന്യ നിലയോട് ഒന്നിച്ചൊന്നായി ചേർന്നു നിൽക്കട്ടെ. ഈ ദൈവീക ശക്തി ഓരോ അണുവിലും, അണുക്കൾക്ക് ചുറ്റിലും, അണുക്കൾക്കിടയിലും ശുദ്ധശൂന്യമായി നിറഞ്ഞു നിൽക്കുന്നു. ഇതേ ശുദ്ധശൂന്യം തന്നെയാണ് നമ്മളിൽ ബോധമായി നിലകൊള്ളുന്നത്. ഇവ തന്നെയാണ് ഖരാവസ്ഥയിൽ സ്ഥൂല ശരീരമായും രക്തം, താപം, വായു, ജീവൻ എന്നീ നിലകളിലുമായി നിലകൊള്ളുന്നതും. ഇവയെല്ലാത്തിനെയും അറിവ് അഥവാ ബോധം നിയന്ത്രിക്കുന്നുവെന്നതും ഇതുതന്നെയാണ് ഓരോ മനുഷ്യനിലും ജീവജാലങ്ങളിലും ഉള്ളത് എന്നും നാം അറിയുന്നു. ശുദ്ധശൂന്യമെന്ന ബ്രഹ്മനില പരിണാമമടഞ്ഞ് ജീവജാലങ്ങളായി രൂപമെടുത്തു എന്ന സത്യവും ബോധ്യപ്പെടുന്നു. ഏതൊരു ജീവജാലത്തെയും വേദനിപ്പിക്കാതെയും കഷ്ടത അനുഭവിക്കുന്നവരുടെ വേദനകൾ മാറ്റുവാനായി നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിച്ച് സഹജീവികളോട് സ്നേഹത്തോടും കരുണയോടും സഹാനുഭൂതിയോടും സഹവർത്തിത്വം നിലനിർത്തി ജീവിതം നയിക്കാൻ ശീലിക്കാം. ഈ മഹാമനസ്കത കൈവെടിയാതെ വിസ്മരിക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കാം. മനസ്സ് ശുദ്ധശൂന്യവുമായി ലയിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ധ്യാനത്തെ ഉപസംഹരിക്കാം. സങ്കല്പം: ദൈവീക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സത്കീർത്തി, ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി അടയട്ടെ. ദൈവീക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സത്കീർത്തി, ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി അടയട്ടെ. ദൈവീക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സത്കീർത്തി, ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി അടയട്ടെ. വാഴ്ത്തുക്കൾ: ജീവിത പങ്കാളിയെ വാഴ്ത്തുക, മക്കളെ ഓരോരുത്തരെയായി വാഴ്ത്തുക, സഹോദരീ സഹോദരന്മാരെ വാഴ്ത്തുക, ഉറ്റ ബന്ധുമിത്രാദികളെ വാഴ്ത്തുക, തൊഴിലിലും ദിനംപ്രതി കടമകളിലും നമ്മുടെ കൂടെയുള്ളവരെ സമഭാവനയോടുകൂടി വാഴ്ത്തുക, ശത്രുക്കളോ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരോ ആയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കരുണയോടുകൂടി വാഴ്ത്തുക. ഗുരുനാഥൻ വേദാദ്രി മഹർഷി അവർകൾ അരുളിയ വേദാദ്രീയം വാഴ്ക വളമുടൻ. ലോക സമുദായ സേവാ സംഘം വാഴ്ക വളമുടൻ. ആലിയാർ ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നസ് വാഴ്ക വളമുടൻ. കേരളത്തിലെ സ്കൈ ട്രസ്റ്റുകളും സ്കൈ യോഗ മെഡിറ്റേഷൻ സെന്ററുകളും വാഴ്ക വളമുടൻ. ദ്വിവിധ ധർമ്മബോധനങ്ങൾ: ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ആരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുകയില്ല. വേദന അനുഭവിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ആരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുകയില്ല. വേദന അനുഭവിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ആരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുകയില്ല. വേദന അനുഭവിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതാണ്. വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. ലോക നന്മയ്ക്കായുള്ള പ്രാർത്ഥന: ലോകത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം ജീവന്റെ അവബോധം ഉള്ളുണർവായി ആർജിക്കട്ടെ. അഖില ലോക രാജ്യാതിർത്തി സംരക്ഷിക്കാൻ ഏകലോക കൂട്ടായ്മ ശക്തി പ്രാപിക്കട്ടെ. ലോകത്തിൽ യുദ്ധം, പക, ഭയം ഇവയില്ലാതെ ജനങ്ങൾ അധ്വാനിച്ച് ഭക്ഷിച്ച് ക്ഷേമത്തോടെ ജീവിക്കട്ടെ. ലോകമെങ്ങും മനുഷ്യകുലം സമാധാനം എന്ന ഒരു അക്ഷയനിധി പ്രാപിച്ചുയരട്ടെ. വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. മഴവാഴ്ത്ത്: അരുവി, കുളം, കിണർ, ആറ് എല്ലാം നിറയാൻ മഴ ആവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി കഴിയട്ടെ.
അരുവി, കുളം, കിണർ, ആറ് എല്ലാം നിറയാൻ മഴ ആവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി കഴിയട്ടെ. അരുവി, കുളം, കിണർ, ആറ് എല്ലാം നിറയാൻ മഴ ആവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി കഴിയട്ടെ. വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. നമ്മുടെ മനസ്സിൽ സമാധാനം നിറയട്ടെ. നമുക്ക് ചുറ്റും സമാധാനം നിറയട്ടെ. ലോകം മുഴുവൻ സമാധാനം നിറയട്ടെ. ശാന്തി, ശാന്തി, ശാന്തി.